സാധാരണ നമുക്ക് ക്ലാസ് വരുന്ന എസ് ടി കോളേജിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ്, സൈഡിലുള്ള ബിൽഡിങ്ങിൽ വെച്ചിട്ട്. ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് ടി കോളേജിനകത്ത് വെച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ശങ്കം കൂടി ഇന്നത്തെ കാര്യം ഓട്ടപ്പാച്ചിലാണല്ലോ ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇത് എസ് ടി കോളേജിനകത്ത് വെച്ച ക്ലാസ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്നും കണ്ടില്ല. അതാണ് വേറെ കാര്യം. അന്നത്തെ കാര്യം അതൊന്നും നോക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ല. പിന്നെ വന്നപ്പോഴത്തേക്കും കുറേ ഞങ്ങൾ പുറത്തിരിക്കുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ആരും വന്നിട്ടില്ല, അതുകൊണ്ട് പുറത്തിരിക്കുവാന്ന് ചെയ്ത റൂം അങ്ങനത്തെ ഇത് കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായി ഇതുങ്ങളെല്ലാം അകത്ത് കയറിയിരിക്കുന്ന കാര്യം. പിന്നെ അവരുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇട്ടൊന്ന് കൂട്ടായത് കൊണ്ടുണ്ടല്ലോ ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. നേരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചും പാത്തും വീഡിയോ എടുക്കലായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവേ. പിന്നെ ഇന്നിപ്പോൾ എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടപ്പാച്ചിൽ വെക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. ചെയറല്ലല്ലോ, ഈ ബെഞ്ചും ഡെസ്കൊക്കെ എടുത്ത് സാറ് മാറ്റാൻ പറഞ്ഞു. അസസ്മെൻറ്റിനെ പറ്റിയ ക്ലാസ് എടുത്തത്. അപ്പോൾ സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പുഷപ്പും സിറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്നും കണ്ട് ഞെട്ടൊന്നും വേണ്ട, ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നൊക്കെ എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞതേ. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കിപ്പായി. വേറെ ഒന്നുമല്ല, ഞാൻ ചെറിയ വേണ്ടിയുണ്ടപ്പോൾ ഇട്ടച്ചോ സാറേ വേണ്ടിയുണ്ടപ്പോൾ ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടില്ലല്ലേ? കാണാൻ പറ്റും കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും വിശന്നിട്ട് ഈ നല്ല വിശപ്പം കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥ വരുമല്ലോ. അപ്പോൾ ഒന്ന് വിട്ടാൽ മതി എന്നുള്ള അവസ്ഥ. എനിക്ക് അതിനിടയ്ക്ക് സെമിനാറൊക്കെ സാറ് ആരുടെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ബോധം പോലും ഇല്ല ആരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചതെന്നുള്ളത്. എന്നുവെച്ചാൽ അത്രയും വിശന്നിട്ട് വരുന്നു. അപ്പോൾ സാറ് ചോദിച്ച് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സാറ് പറഞ്ഞു അതെ, ആരെങ്കിലും വന്ന് പാട്ട് പാടിയാൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആരും പാട്ട് പാടാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് ഞാനങ്ങ് ചാടിക്കയറി പാടി. കാരണം എനിക്കാണല്ലോ വിശപ്പിൻ്റെ വിളി. അതുകൊണ്ട് ഞാനങ്ങ് പാട്ട് പാടി തുടങ്ങി. പാട്ട് നിർത്തി. ഭയങ്കര സ്പീഡിലായിരുന്നു എല്ലാം. എന്നിട്ട് ആദ്യമേ തന്നെ ഇറങ്ങി ഓടി ഞാൻ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിട്ട് വയ്യായിരുന്നു. പിന്നെ അതല്ല, എനിക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരുണിമയുടെ കൊച്ചിൻ്റെ നൂലുകെട്ടിൻ്റെ അതങ്ങനെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി നേരെ വന്നിട്ട് എന്ത് കഴിയും. ഓൾറെഡി അരുണിമയുടെ വീട്ടിൽ ബിരിയാണി കഴിക്കുന്ന നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഷെയ്ക്ക് കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സാധാരണ ബിരിയാണി കഴിക്കുന്നത് അത് സ്കിപ്പ് ചെയ്തിട്ട് ഷെയ്ക്ക് കുടിക്കുന്നിട്ടേക്കാണ്. അത് കഴിഞ്ഞ് നേരെ അരുണിമയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അടുത്താളെ ആക്കി. കാരണം ശങ്കുവിനെ അവിടെ ഇറക്കിയിട്ട് ശങ്കുവിനെ കൊണ്ടുപോയില്ല, അതിന് വരാൻ കണ്ണനെ കൊണ്ടുപോകുന്നു. നമ്മളവിടെ ചെന്നപ്പോൾ ഇതാണ് അരുണിമ കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഇതാണ് അരുണിമ. ഞങ്ങൾക്ക് അവിടെ ചെന്ന പാടെ തന്നെ ബിരിയാണി വാങ്ങിച്ചു. കാരണം 3-3:30 സമയമായി. ബിരിയാണി കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത പരിപാടി. എന്ന് വെച്ചാൽ കൊച്ചിനെ കാണണമല്ലോ, കൊച്ചിനെ കാണാൻ പോരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇതായിരുന്നു ഞാൻ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ അതേ കൊച്ചിനെ കണ്ട് കുഞ്ഞുവാവയ്ക്ക് കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് കിട്ടാതിരിക്കുന്ന ഒരു ദൃഷ്ടിവള അതാണ് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊച്ചാണ് ഒടുക്കത്തെ കാറ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ കേട്ടോ. ബൈ.